അങ്ങനെ നമ്മൾ ഓയിലെടുത്തു. ഓയിൽ വെച്ച് അതിന് ശേഷം ഇഞ്ചിട്ട് അങ്ങനെ വഴറ്റി സവാള അഞ്ച് മിനിറ്റ് മൂടി ഇത്തിരി കറിവേപ്പിലിട്ടു. നമ്മളെ സാധാ മല്ലിച്ചപ്പ് ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അമേരിക്കൻ മല്ലിച്ചപ്പ് ഇട്ടു. ആണ് അമേരിക്കൻ മല്ലിച്ചപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണമുണ്ടാവും. നിങ്ങളൊന്നിട്ട് നോക്കും, അടിപൊളിയാണ്. അതിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഉള്ളി ആ മല്ലിച്ചപ്പും കറിവേപ്പിലും നന്നായി ഒന്ന് വാങ്ങിക്കും. എന്നിട്ടൊന്ന് അല്പം മൂടി വെക്കുക. അങ്ങനെ ഞങ്ങൾ തക്കാളി ഇട്ടിട്ട് വഴറ്റാൻ പോവുകയാണ്. എന്നെല്ലാം ഇട്ട് ഒന്ന് നല്ല ഒന്ന് ഇളക്കി ഒന്ന് വാടുന്ന വരെ ഒന്ന് മൂടി വെച്ച് അങ്ങനെ മൂടി വെക്കുക. തക്കാളിയും ഉള്ളിയും പച്ചമുളക് കറിവേപ്പില അമേരിക്കൻ മല്ലിയൊക്കെ വെന്തു. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊക്കെ ഇത് ഇറച്ചി ഇട്ടതിൻ്റെ ശേഷമാണ് മുളകും മല്ലിയും ഒക്കെ ഇടുക. അപ്പം ആദ്യം ഇതൊന്ന് ഇറച്ചും മസാലയും കൂടി ഒന്ന് വെക്കുക. അപ്പോൾ സംഗതി പിടിച്ചില്ലേ? സംഗതി പിടിച്ചതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക, ലേശം ഇറച്ചി മസാല കൊടുക്കുക. മതി. എന്നിട്ട് നമ്മളെ എരിവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കണം. നല്ല സംഗതി റെഡിയായി കിട്ടും. പിന്നെ ഒരു 2 സ്പൂണ് മല്ലി, നല്ല വറുത്ത മല്ലിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതിട്ട്, പിന്നെ ഗരം മസാലപ്പൊടി നമ്മൾ നല്ല വറുത്ത് പൊടിച്ച നല്ല അസല അടിപൊളി പൊടിയാണെങ്കിലേ കറുത്ത് ഒരു നുള്ളും കൂടി ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു സ്പൂണാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്നായിട്ട് മിക്സ്ഡ് ആക്കുക. അപ്പോൾ ഇതിൽ എന്തുണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇറച്ചിമ മസാല ഒക്കെ പൊടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഇറച്ചിട്ടതിന് ശേഷം മുളകും പൊടിയൊക്കെ ഇടണം. ഞാനങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തിന്നാൻ വേണ്ടി 2 ടേസ്റ്റ് അറിയാൻ വേണ്ടി 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ടേസ്റ്റ് അറിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയും. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതിപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മൾ ഗ്യാസ് ഒന്ന് സ്ലിം ആക്കിയിട്ടൊന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തുറന്നൊന്ന് നോക്കി സംഗതി എങ്ങനെ ഉണ്ടെന്നേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാം, മസാല ഒന്ന് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൊടിയത്തിൻ്റെ അടുത്ത് കൊടുക്കണം. കൈ കാണുന്നുണ്ടാ? രസമുണ്ടാ? അടിപൊളി, സൂപ്പറാ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാ, കുടിയത്തികൾക്ക് അത് കൊടുക്കില്ല, ഒരു കപ്പ് വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കാരണം അതൊന്ന് വറ്റി കിട്ടിയാൽ സൂപ്പറായി.
ഒരു അടികരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം, ഒരു കപ്പ് വെള്ളം, ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് ഇറച്ചൊന്ന് നന്നായിട്ട് വെന്തോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടിയൊക്കെ ആ സ്ലോ ആക്കിയതൊന്ന് നല്ല പോലെ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ നമ്മളെ ഇറച്ചി ഓക്കെ ആയിക്കണേ. ഇനി ഇറച്ചി വെന്തോക്കണ്ട, വെന്തോ നോക്കാൻ. അയ്യോ ആ വെന്തിന് വന്നത് എന്തെങ്കിലല്ലേ ഒന്ന് ടേസ്റ്റ് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്ക്. സംഗതിയൊക്കെ അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് നീരൊക്കെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ചോറിലൊക്കെ കുറച്ച് കറിയൊക്കെ ഒഴിച്ചിട്ടല്ലേ. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്, ഇന്ന് ചോറിനുള്ളത് സാമ്പാറും ഉണ്ട്. സാമ്പാറും നമ്മളെ ഇറച്ചി വിഭവം, നമുക്ക് സാമ്പാറും പിന്നെ ഇറച്ചി ഒന്ന് വറ്റിച്ചിടും. അപ്പോൾ വേറൊരാൾക്കും കൂടി ടേസ്റ്റ് നോക്കാൻ കൊടുക്കണം, ഇറച്ചി വെന്തിക്കണമെന്നൊക്കെ നോക്കണം. കൈ കൊള്ളണ്ട, കൈ ഇറക്കണ്. ഇറച്ചി അടിപൊളി അടിപൊളി. ഇറച്ചോ, ഇറച്ചി ടേസ്റ്റ് എൻ്റെ ചൂടാപ്പെടുത്തരോ, ചൂടുണ്ട്. ഇത് ഒന്ന് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഓഫ് ചെയ്ത് സംഗതി ഓക്കെ ആയിട്ടോ. നമ്മൾ ചോറ് തിന്നുമ്പോൾ ടേസ്റ്റ് നന്നായി നോക്കിയതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുഴപ്പമില്ലയെന്ന് പറയുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്ക്. മസാല ഒക്കെ അടിപൊളിയായി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത്. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.